ഡിയർ ഫ്രണ്ട്സ്, അടുത്തതായി നമ്മൾ രണ്ടാമത്തെ സെമസ്റ്ററിലെ അവസാനത്തെ മോഡ്യൂളായ ഇലക്ടറൽ സിസ്റ്റം ഇൻ ഇന്ത്യ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇതിൽ നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ഇലക്ടറൽ സിസ്റ്റവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസിനെ കുറിച്ചുമാണ്. ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. തെരഞ്ഞെടുപ്പുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതും വെറും തെരഞ്ഞെടുപ്പല്ല, കൃത്യമായി ഓർഗനൈസ് ചെയ്തുകൊണ്ടുള്ള റെഗുലറായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ആവശ്യം. അത്തരം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെ കൃത്യമായ പ്രാതിനിധ്യവും അതുപോലെ തന്നെ പങ്കാളിത്തവും എല്ലാ ജനാധിപത്യ സമ്പ്രദായത്തിലും അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയകളിലും ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ കിട്ടുന്നതിനായി കൃത്യമായ ഫ്രീ ആൻഡ് ഫെയർ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അത് പീരിയോഡിക്കായിരിക്കുകയും വേണം. മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പായാൽ മാത്രമേ ആ ഗവൺമെൻറ്റിന് ഒരു ലെജിറ്റിമസി ലഭിക്കുകയുള്ളൂ. അതുപോലെ ഒരു നല്ല ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഗവൺമെൻറ് പ്രതിനിധികളിലൂടെ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നട്ടെല്ലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തതായി ഇന്ത്യൻ ഇലക്ട്രൽ സിസ്റ്റത്തിൻ്റെ സവിശേഷതകളാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് നമുക്ക് നടത്താറുള്ളത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ഇലക്ഷൻസ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻസ്. ചില തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരിട്ടാണ് റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടുള്ള മുഴുവൻ പൗരന്മാരും ഒരുമിച്ച് തിരഞ്ഞെടുക്കുന്നു. ഉദാഹരണത്തിന് ലോക്സഭ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതുപോലെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളുടെ തിരഞ്ഞെടുപ്പ്. ഇത്തരം തിരഞ്ഞെടുപ്പുകളെല്ലാം ഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. ജനങ്ങൾ നേരിട്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. അതേസമയം നമുക്കിവിടെ ഇൻഡയറക്റ്റ് സിസ്റ്റം ഓഫ് ഇലക്ഷനും ഉണ്ട്. അതായത് നേരിട്ടല്ലാതെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യസഭ, അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്, അതുപോലെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും തിരഞ്ഞെടുപ്പ്. ഇത്തരം തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ജനങ്ങൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് ജനങ്ങളുടെ പ്രതിനിധികളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും അവിടുത്തെ തിരഞ്ഞെടുപ്പിന് നമ്മൾ പൊതുവിലൊരു പേര് പറയാറുണ്ട്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. ആ സിസ്റ്റത്തിലൂടെയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് ജോയിൻറ്റ് ഇലക്ടറേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ആയിരുന്നു. അതായത് മുഴുവൻ ജനങ്ങളെ പല രീതിയിലായി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട്, അത് കമ്മ്യൂണിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ സ്വത്തവകാശത്തിൻ്റെ പേരിലോ അവരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടായിരുന്നു ഇലക്ടറൽ റോളുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നതുള്ളതിനാൽ എല്ലാ ഇലക്ടറേറ്റ്സിനെയും അല്ലെങ്കിൽ മുഴുവൻ വോട്ടവകാശമുള്ള പൗരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ ഒരു ജോയിൻറ്റ് ഇലക്ടറൽ റോളാണ് നമ്മൾ ഇതിന് തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല, നമ്മളിവിടെ ഏറ്റവും യങ്ങറായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമായിട്ടും നമ്മൾ ആദ്യം മുതലേ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വാല്യൂ ആണ് ദാറ്റ് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റം, അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാർക്കും യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെ, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും, എല്ലാ പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ള പൗരന്മാർക്കും വോട്ടവകാശം നിർബന്ധമായും നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് വി ഹാവ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതായി റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്കായി പ്രത്യേകം സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും അത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവർക്ക് മാത്രമേ മത്സരിക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ, അതായത് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടാതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്, റിസർവേഷൻ ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതുപോലെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ആൻഡ് സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ നിയോജക മണ്ഡലങ്ങൾ ജിയോഗ്രഫിക്കലി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി ഏതാണ്ട് ഒരേപോലെ മാറ്റിയിട്ടുള്ള ഭൂവിഭാഗങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ആ ഭൂവിഭാഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സമാനമായ പോപ്പുലേഷനായിരിക്കും ഈ പറയുന്ന ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസിനും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി നമ്മളിതിനെ വിളിക്കുന്നത്.
So we have territorial and single member constituency system in India. നമ്മുടെ ഇലക്ട്രൽ റോളുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ട്രൽ റോളുകളെ കുറിച്ച്. നമ്മുടെ ഇലക്ട്രൽ റോളുകൾ ഏറ്റവും റെഗുലറായി റിവൈസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രൽ റോളുകളാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുൻപ് അത് റിവൈസ് ചെയ്യാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. ഉദാഹരണത്തിന് പുതിയതായി പ്രായപൂർത്തിയായ വോട്ടർമാരെ അതിനകത്തേക്ക് ഉൾച്ചേർക്കുവാനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇല്ലാത്തവരോ അല്ലെന്നുണ്ടെങ്കിൽ മരിച്ചുപോയവരോ ആയവരെ ആ ഇലക്ട്രൽ റോളിൽ നിന്നും വെട്ടിമാറ്റി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുമാണ് നമ്മൾ ഈ റിവിഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ റിവൈസ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ അവസാനം കിട്ടുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും റിവൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളായിരിക്കും. സോ ദാറ്റ്സ് വൈ വി സേ വി ഹാവ് എ റെഗുലർ റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്. അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ കൃത്യമായി ഡീലിമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിയോജക മണ്ഡലങ്ങൾക്ക് ചിലപ്പോൾ പോപ്പുലേഷൻ ഓരോ സെൻസസ് കഴിയുമ്പോഴുള്ള പോപ്പുലേഷൻ്റെ വ്യത്യാസമനുസരിച്ച് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ബോർഡർ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റും. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ പേര് മാറ്റും. അങ്ങനെയുള്ള സിസ്റ്റംസ് ചിലപ്പം ടോട്ടൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ നമ്പർ ചിലപ്പോൾ കൂടാം. ചിലപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെയും കൃത്യമായ ബോർഡറുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഡീലിമിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡീലിമിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉണ്ടാകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനുണ്ട്. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. അതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ് അതിലെ ഒരു എക്സ് ഒഫിഷ്യോ മെമ്പർ. ഈ 3 അംഗങ്ങളുടെ തീരുമാനം മിക്കവാറും ഫൈനലായിരിക്കും. അദ്ദേഹത്തെ കൂടാതെ 2 മിക്കവാറും റിട്ടയർഡ് ജഡ്ജസോ അല്ലെങ്കിൽ സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജഡ്ജസോ ആയിരിക്കും അംഗങ്ങളാവുക. ഈ 3 പേരുടെ തീരുമാനം അന്തിമമായിരിക്കും. അവർ നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും ഓരോ ഡീലിമിറ്റേഷന് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓരോ പ്രതിനിധികളെയും നമ്മൾ ജയിക്കുന്നതിനായി നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെത്തേഡിൻ്റെ പേരാണ് റിലേറ്റീവ് മെജോറിറ്റി വോട്ട് വിക്ടറി സിസ്റ്റം ഓർ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഈ സിസ്റ്റത്തിലൂടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരാളെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഒരു വോട്ടിൻ്റെ വ്യത്യാസമാണെങ്കിൽ പോലും ആ വ്യക്തിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് മെഷീനറിയാണ് ഇലക്ഷൻ മുഴുവൻ നടത്തുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിൻ്റെ പേര് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളും സംഘടിപ്പിക്കുന്നത്. അതായത് ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് അസംബ്ലീസ്, അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇത്രയും തെരഞ്ഞെടുപ്പുകളാണ് നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. കൂടാതെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നത് പഞ്ചായത്ത്, കോർപ്പറേഷൻ ആൻഡ് മുനിസിപ്പൽ ഇലക്ഷൻസ് ആണ്. അവസാനമായി ഇലക്ഷൻ പെറ്റിഷൻസ് ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിച്ച റെപ്രസെൻറ്റേറ്റീവിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എയ്തർ അദ്ദേഹം ചിലപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് തെറ്റിച്ചതുകൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള വ്യത്യാസം, എക്സ്പെൻസിൽ വന്നിട്ടുള്ള വ്യത്യാസമാകാം, അതല്ലെന്നുണ്ടെങ്കിൽ അപകീർത്തികരമായി പ്രസംഗിക്കുകയോ വോട്ട് പിടിക്കുകയോ ചെയ്തതിനുള്ള കുറ്റം കൊണ്ടാകാം. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആ പറയുന്ന വ്യക്തിക്കെതിരെ ചിലപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ പെറ്റീഷൻസ് കൊടുക്കാറുണ്ട്. ഇത്തരം ഇലക്ഷൻ പെറ്റീഷൻസ് അവർക്ക് കൊടുക്കേണ്ടത് അതാത് സംസ്ഥാനത്തെ ഹൈക്കോടതികളിലാണ്. അപ്പോൾ ഹൈക്കോടതികളിൽ അതിൻ്റെ വിധി വന്നതിന് ശേഷം അതിൽ തൃപ്തിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാവുന്നതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെറ്റീഷനുകൾ ഉണ്ടാകാറുണ്ട്, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകാറുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പെറ്റീഷൻസ് ഉണ്ടാകാറുണ്ട്. ആ പെറ്റീഷൻസ് നമ്മളിവിടെ പരിഹരിക്കാറുമുണ്ട്. അടുത്തതായി ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ അതിനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിൻ്റെ വിശദീകരണം ഞാൻ ഇതിൻ്റെ ചുവടെ ചേർക്കുന്നതാണ്. ഒന്നാമതായി ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, 2 പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റൂൾസ്, 3 നോട്ടിഫിക്കേഷൻ ഓഫ് ഇലക്ഷൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് റിട്ടേണിംഗ് ഓഫീസേഴ്സ്, 4 ഫയലിംഗ് ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്, 5 സ്ക്രൂട്ടണി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്, 6 വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻസ്, 7 ഇലക്ഷൻ ക്യാമ്പയിൻ, 8 പോളിംഗ് ഓഫ് വോട്ട്സ്, 9 കൗണ്ടിംഗ് ഓഫ് വോട്ട്സ് ആൻഡ്
ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്, 10 ഇലക്ഷൻ പെറ്റീഷൻ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, 11 സ്ക്രൂട്ടണി ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ബൈ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇത്രയും പ്രക്രിയകളിലൂടെയാണ് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇതൊരു വലിയ സമഗ്രമായ പ്രോസസ്സാണ്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ആദ്യ പ്രക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ കൃത്യമായി ഡീലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വി ഹാവ് എ ഡീലിമിറ്റേഷൻ കമ്മീഷൻ. ആ ഡീലിമിറ്റേഷൻ കമ്മീഷനായിരിക്കും ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ പോപ്പുലേഷൻ അനുസരിച്ച് സന്തുലിതമായി ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഡീമാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷൻ്റെ ജോലി. രണ്ടാമതായി ഇലക്ടറൽ റോളിനെ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതായത് നമ്മളൊരു ഇലക്ടറൽ റോൾ നമുക്ക് ഓൾറെഡി ഉണ്ടാകും, അതിനകത്ത് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുക, വോട്ടർമാരെ അല്ലാത്തവരെ പുറത്താക്കുക, അങ്ങനെയുള്ള പ്രക്രിയയ്ക്ക് ശേഷം നമ്മളൊരു ഫൈനലായിട്ടുള്ള ഇലക്ടറൽ റോൾ അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റോൾ തയ്യാറാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രക്രിയ. മൂന്നാമത്തേത് നോട്ടിഫിക്കേഷനാണ്. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചാൽ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പോൾ കലണ്ടർ ഡിക്ലെയർ ചെയ്യും. ആ പോൾ കലണ്ടറിനകത്ത് ഡേറ്റ് ഓഫ് ഫയലിംഗ് നോമിനേഷൻ പേപ്പേഴ്സ്, അതുപോലെ സ്ക്രൂട്ടണി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്, വിത്ഡ്രോവൽ ഓഫ് നെയിംസ് ഫ്രം ബൈ ദ കാൻഡിഡേറ്റ്സ് തുടങ്ങിയ എല്ലാ ഡേറ്റുകളും കൃത്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ പോൾ കലണ്ടർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇത്തരം പ്രക്രിയകൾക്ക് വേണ്ടി നമ്മൾ സമീപിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ, ആദ്യമായി റിട്ടേണിംഗ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കാനുള്ള തീരുമാനമാണ് മൂന്നാമതായിട്ട് എടുക്കുന്നത്. മിക്കവാറും അതാത് ജില്ലാ കളക്ടർമാരായിരിക്കും റിട്ടേണിംഗ് ഓഫീസർ അല്ലെങ്കിൽ വരണാധികാരി എന്ന് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫയലിംഗ് ഓഫ് നോമിനേഷൻ പേപ്പേഴ്സാണ്. ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിന് മുൻപായി അതിൽ മത്സരിക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും അവരവരുടെ നോമിനേഷൻ പേപ്പറുകൾ ഫയൽ ചെയ്യാവുന്നതാണ്. നോമിനേഷൻ പേപ്പറുകൾ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരാൾ സെക്കൻഡ് ചെയ്യുകയും ഒരാൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും. അത് മിക്കവാറും പാർട്ടികളായിരിക്കും ചെയ്യുന്നത്. ഏറ്റവും മേജർ കാൻഡിഡേറ്റ്സിനെ എല്ലാം പ്രപ്പോസ് ചെയ്യുന്നതും അതുപോലെ സെക്കൻഡ് ചെയ്യുന്നതുമൊക്കെ അതാത് പാർട്ടിയിലുള്ള അംഗങ്ങൾ തന്നെ ആയിരിക്കും. എന്തായാലും അവിടുത്തെ വോട്ടർമാരായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇതുപോലെ നോമിനേഷൻ പേപ്പറുകൾ ഫയൽ ചെയ്യാറുണ്ട്. നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു തുക ഡെപ്പോസിറ്റായി കൊടുക്കുകയും വേണം. അപ്പോൾ ആ ഡെപ്പോസിറ്റ് പിന്നീട് ഒരു പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കിട്ടിയാൽ മാത്രമേ അവർക്ക് തിരിച്ചു കിട്ടൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും. സോ അതാണ് അടുത്ത പ്രോസസ്സ്, ദാറ്റ് ഈസ് ഫയലിംഗ് ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഈ നോമിനേഷൻ പേപ്പറുകൾ പരിശോധിച്ചതിന് ശേഷം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ഫൈനൽ ലിസ്റ്റിലുള്ളത് എന്ന് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അത് ഭരണാധികാരി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർ കാൻഡിഡേറ്റ്സിൻ്റെ തന്നെ പ്രസൻസിൽ ഇത് മുഴുവൻ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനം പറയും. അതായത് ചിലപ്പോൾ 15 പേരിൽ 13 പേരായിരിക്കും കൃത്യമായി നോമിനേഷൻ പേപ്പറുകൾ ഫയൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 പേരിൽ ഈ 13 പേരെ ആയിരിക്കും ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിക്ലറേഷൻ നടത്തുന്നത്. സോ ദാറ്റ് ഈസ് സ്ക്രൂട്ടണി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്. അടുത്തതായി ഈ കാൻഡിഡേറ്റ്സ് നേരത്തെ പറഞ്ഞു അവർ നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്തതിന് ശേഷം ഫയൽ ചെയ്ത നോമിനേഷൻ പേപ്പർ സ്ക്രൂട്ടണി നടത്തിയതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നു. ഡിക്ലെയർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് തോന്നിയാൽ അതിനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിന് മുൻപായി അത് പിൻവലിക്കാൻ അവർക്ക് സാധിക്കും. ഇത് പിൻവലിക്കേണ്ടി വരുന്ന പല അവസരങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഡമ്മി കാൻഡിഡേറ്റ്സ് നിർത്താറുണ്ട്. കാരണം നോമിനേഷൻ പേപ്പറിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ സ്ഥാനാർത്ഥി ഇല്ലാതായാൽ പകരം ഒരാൾ വേണം. അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വിമത സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ വെറുതെ കയറി പേര് കൊടുത്ത് നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്ത് വെറുതെ നിൽക്കാറുണ്ട്. അവരെ ചിലപ്പോൾ ഈ ഡേറ്റിന് മുന്നിൽ പിന്മാറാനായി അതാത് പാർട്ടികൾ പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻസ് നടക്കുക. അപ്പോൾ ആ ഡേറ്റിന് മുൻപായി വിത്ഡ്രോവൽ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വൺസ് ദ കാൻഡിഡേറ്റ്സ് ആർ ഫീൽഡഡ് ഫോർ ഇലക്ഷനായിട്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ പിന്നീട് ഫീൽഡ് ചെയ്യപ്പെടുന്നു. അതായത് ഇത്രയും പേരാണ് തെരഞ്ഞെടുപ്പിനുള്ളത് എന്നുള്ള ഒരു ഫൈനൽ സെനാറിയോ അവിടെ വരുന്നു. ആ ഫൈനൽ സെനാറിയോ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതാത് സ്ഥാനാർത്ഥികൾ, അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ, ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് പിന്നീട് ചെയ്യേണ്ടത് ഇലക്ഷൻ ക്യാമ്പയിനാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇലക്ഷൻ ക്യാമ്പയിനാണ്. ഈ ഇലക്ഷൻ ക്യാമ്പയിനിൽ അവരവരുടെ സർവ്വശക്തിയും എടുത്ത്
പ്രചരണം നടത്തുക എന്നുള്ളതാണ്. അതിന് ഓരോ ടാക്ടിക്സ് അവർ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് അവർ മൈക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പ്രചരണം നടത്തും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗം നടത്തും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തും. അങ്ങനെ പല ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ്, അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ പ്രചരണം നടത്താൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ചാനലുകളിലൂടെ അവർക്ക് പ്രത്യേകം ടൈം കൊടുത്ത് അതിലൂടെ അവർക്ക് പ്രചരണം നടത്താം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻസിലൂടെ ഇലക്ഷൻ ക്യാമ്പയിൻ അവർ നടത്തുന്നു എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ ക്യാമ്പയിൻ്റെ ഡേറ്റ് മിക്കവാറും തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പുള്ളൊരു സമയത്തായിരിക്കും ക്യാമ്പയിൻ്റെ ഡേറ്റ് പറയുന്നത്. ആ ഡേറ്റിൽ അല്ലെങ്കിൽ ആ സമയത്ത് ക്യാമ്പയിൻ നിർത്താൻ ആവശ്യപ്പെടും. അതോടുകൂടി പിന്നീട് ക്യാമ്പയിൻ ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയില്ല. പിന്നീട് ഡോർ ടു ഡോർ ക്യാമ്പയിനോ അല്ലെങ്കിൽ രഹസ്യമായ ക്യാമ്പയിനിങ്ങോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് വോട്ടെടുപ്പാണ്. ദാറ്റ് ഈസ് പോളിംഗ് ഓഫ് വോട്ട്സ്. തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പോളിംഗ് ഡേറ്റിൻ്റെ അന്ന് കൃത്യമായ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ ചിലപ്പോൾ രാവിലെ 7 മുതൽ 6 മണി വരെ ആയിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും എല്ലാവർക്കും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വേറെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടാകും. ചിലപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് പോസ്റ്റൽ വോട്ടിലൂടെ വോട്ട് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വോട്ടിംഗ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ പുതിയ മെത്തേഡ് വന്നതിന് ശേഷം ദാറ്റ് ഈസ് വി ഹാവ് നൗ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെയാണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോളിംഗ് ഡേയുടെ അവസാനം ഇതെല്ലാം സീൽ ചെയ്ത് കൃത്യമാക്കി കൊണ്ടുപോവുകയും പിന്നീട് മറ്റൊരു ദിവസമായിരിക്കും ഇതിൻ്റെ കൗണ്ടിങ് ഓഫ് വോട്ട്സ് പറഞ്ഞിട്ടുള്ളത്. ആ ദിവസം കൃത്യമായി രാവിലെ 7 മണി മുതൽ കൗണ്ടിങ് ഓഫ് വോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ദിവസം റിട്ടേണിംഗ് ഓഫീസറും മറ്റ് എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സ് ബാലറ്റ് ബോക്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോ സീൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് ജയിച്ചതെന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ആ പ്രതിനിധികൾ തിരഞ്ഞെടുത്തതായി നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതിനു വേണ്ടി ആർക്കാണോ പരാതിയുള്ളത് അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതിയിൽ പരാതി സ്വീകരിച്ചതിന് ശേഷം പിന്നീട് ചിലപ്പോൾ കുറേ താമസിക്കും എങ്കിൽ പോലും അതിൻ്റെ പരിഹാരം ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. അതിനുശേഷം ഹൈക്കോടതിയുടെ ഉത്തരവിൽ തൃപ്തരല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അതുപോലെ ഏറ്റവും അവസാനമായി അതേപോലെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്ക്രൂട്ടണി ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ബൈ ദ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും പ്രത്യേക നിർദ്ദേശം ആദ്യം ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിലൂടെയും മറ്റും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാറുണ്ട്. അതുവഴി ഓരോ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര രൂപ ചിലവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നിർത്തി എല്ലാ ചിലവും നടത്തണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ എക്സ്പെൻസും അവർ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇത്രയും പ്രക്രിയകൾ കഴിയുമ്പോൾ പിന്നീട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആ സർട്ടിഫിക്കറ്റുമായി ഈ പ്രതിനിധികൾ അതാത് ഹൗസിൽ ദാറ്റ് ഈസ് ഇലക്ഷൻ പാർലമെൻറ്റിൽ ലോക്സഭയിലാണെങ്കിൽ ലോക്സഭയിൽ, രാജ്യസഭയിലാണെങ്കിൽ അവിടെ, അതല്ല സ്റ്റേറ്റ് നിയമസഭകളിലാണെങ്കിൽ അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അവർ സ്ഥാനമേറ്റെടുക്കുന്നു. ഇതാണ് ഇലക്ഷൻ പ്രോസസ്സിലൂടെയുള്ള നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സിസ്റ്റം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഇലക്ഷൻ കമ്മീഷനാണുള്ളത്. ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളുടെയും ചുക്കാൻ പിടിക്കുന്നത്. അത് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ഒഴികെയുള്ള നാഷണൽ, സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുകളുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ ഉൾപ്പെടെ ഈ ഇലക്ഷൻ കമ്മീഷനാണ് ഉള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ പറയുമ്പോൾ അതിൽ വി ഹാവ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതേപോലെ അതിനകത്ത് എത്ര അംഗങ്ങൾ വേണമോ അത് പ്രസിഡന്റ് നിശ്ചയിക്കുന്ന അത്ര അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ ആദ്യകാലത്ത് നമുക്ക് ഒറ്റ ഇലക്ഷൻ കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് 3 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇലക്ഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ്. നിയമസഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് 6 വർഷമാണ് അവരുടെ കാലാവധി. അതുപോലെ തന്നെ 65 വയസ്സോ 6 വർഷമോ ഇതിലേതാണോ ആദ്യം വരുന്നത് ആ സമയത്ത് അവർക്ക് പുറത്തു പോകേണ്ടി വരും. എന്തുകൊണ്ടാണ് 6 വർഷം ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 6 വർഷത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത്. അതായത് അവർ സ്ഥാനമേൽക്കുമ്പോഴുള്ള
ഗവൺമെൻറ് ആയിരിക്കില്ല അവർ പുറത്തിറങ്ങുമ്പോഴുള്ളത്. അപ്പോൾ ആ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഇതുപോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ എല്ലാം അപ്പോയിൻമെൻറ്റ് മിക്കവാറും നമ്മൾ 6 ഇയേഴ്സായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനെ അവരുടെ കാലാവധിക്ക് മുൻപായി പുറത്താക്കാനായിട്ട് പ്രസിഡൻറ്റിന് അവകാശമുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് പുറത്താക്കുന്നതിനായി അദ്ദേഹത്തിന് വേണ്ടത് ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു റെസൊല്യൂഷനാണ്. ആ പാർലമെൻറ്റ് പാസ്സാക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ബിക്കോസ് അവർക്ക് ഒന്നാമതായി പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, അവർക്ക് എതിരെ കൃത്യമായ ഒരു ചാർജ് ഉണ്ടാകണം. അങ്ങനെ ഒരു ചാർജ് വന്നതിന് ശേഷം 2 സഭകളിൽ, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും മൊത്തം അംഗങ്ങളിൽ 3/2 പേരുടെ മെജോറിറ്റിയോടുകൂടി ആ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ കമ്മീഷണർമാരെയും പുറത്താക്കാനായിട്ട് പ്രസിഡൻറ്റിന് സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു മൾട്ടി മെമ്പർ ബോഡിയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 1993 അന്നത്തെ TN ശേഷൻ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരുപാട് പരിഷ്കരണങ്ങളുണ്ടായിരുന്നു. ആ പരിഷ്കരണങ്ങളോട് അത്ര ആഭിമുഖ്യം അന്നത്തെ ഗവൺമെൻറ് കാണിക്കാതിരുന്നത് കൊണ്ടാണ് 2 പേരെ കൂടി അദ്ദേഹത്തോടൊപ്പം തന്നെ നിയമിക്കണമെന്നുള്ള തീരുമാനം അന്ന് ആ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും അങ്ങനെ ആ അപ്പോയിൻമെൻറ്റ് നടക്കുകയും ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ തുടരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ചേർന്നുള്ള ഒരു മൾട്ടി മെമ്പർ ബോഡിയായിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ നോക്കാം. ഒന്നാമതായി ഡിമാർക്കേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, എങ്കിലും ഒന്നുകൂടെ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ കൃത്യമായി അതിർത്തി തിരിച്ച് പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ അതിർത്തി തിരിച്ച് കൃത്യമായി രൂപകൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ജോലി. അത് ചെയ്യുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണെങ്കിലും അതിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമതായി ഇലക്ട്രൽ റോൾസിൻ്റെ പ്രിപ്പറേഷൻ. ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപും ഇലക്ഷന് മുൻപും ഇലക്ട്രൽ റോളിനെ ഏറ്റവും കൃത്യമായി റിവൈസ് ചെയ്ത് അതിനെ ഫർണിഷ് ചെയ്യുക എന്നുള്ള ജോലി ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തുകയും ഇല്ലാത്തവരെ പുറത്താക്കുകയും ചെയ്ത് കൃത്യമായ ഒരു ഇലക്ട്രൽ റോൾ ഉണ്ടാക്കുക എന്നുള്ളത്. അടുത്തതായി റെക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികളെ ദേശീയ പാർട്ടികളെന്നും സംസ്ഥാന പാർട്ടികളെന്നും ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു. ഇവിടെ സ്റ്റേറ്റ് പാർട്ടികളെയും അതുപോലെ ദേശീയ പാർട്ടികളെയും റെക്കഗ്നൈസ് ചെയ്യുകയും അവർക്ക് കൃത്യമായി സിംബൽസ് അലോട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ജോലിയും ഇലക്ഷൻ കമ്മീഷനുള്ളതാണ്. അപ്പോൾ അവർക്കെല്ലാം സിംബൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ സിംബൽസ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും മാത്രമേ അവരുടേതായ ചിഹ്നങ്ങളുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിലപ്പോൾ അവർ ചോദിക്കുന്ന ചിഹ്നം തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ചിഹ്നം കിട്ടണമെന്നില്ല. അത് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ യുക്തിക്കനുസരിച്ചായിരിക്കും. ഇലക്ഷൻ്റെ ഓരോ പ്രക്രിയയിലും ഇലക്ഷൻ കമ്മീഷന് പ്രത്യേകം ഇതുണ്ട്. നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഈ പോൾ കലണ്ടർ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു. ആ പോൾ കലണ്ടറിലൂടെ കൃത്യമായ ഡേറ്റുകൾ, നോമിനേഷൻ്റെ ഡേറ്റും അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടെ ഡേറ്റും എല്ലാം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നൊരു പ്രക്രിയയാണ് നോമിനേഷൻ പേപ്പേഴ്സിൻ്റെ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ഒരു ചെറിയ പിശകുണ്ടെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും സൂക്ഷ്മമായ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി. ദെൻ കണ്ടക്ട് ഓഫ് പോൾ. നേരത്തെ പറഞ്ഞു, ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള പോൾ കലണ്ടർ തയ്യാറാക്കുക. പോൾ കലണ്ടർ തയ്യാറാക്കിയിട്ട് അത് ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ ഇലക്ഷൻ്റെ അന്ന്, ഇലക്ഷൻ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സ്വതന്ത്രമായി എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നിർവഹിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഭാരിച്ച ജോലിയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരൊരു വലിയ റിസോഴ്സിനെ ഉപയോഗിക്കാറുണ്ട്. ആ റിസോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടക്ട് ഓഫ് പോള് വളരെ നന്നായി നടത്താനായിട്ട് ഓരോ ഇലക്ഷൻ കമ്മീഷൻസും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പാർലമെൻറ്റിൻ്റെയും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെയും ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു ഫംഗ്ഷൻ നടപ്പാക്കേണ്ടത്. അതുപോലെ ഇലക്ഷൻ എക്സ്പെൻസസ്, ഞാൻ അതും നേരത്തെ പറഞ്ഞിരുന്നു. ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു ജോലിയാണ് ഈ സ്ഥാനാർത്ഥികളുടെ അവർ ചെലവാക്കിയ പണത്തിൻ്റെ
കൃത്യമായ ഒരു കൊടുത്തിട്ടുള്ള ആ ഒരു ലിമിറ്റിനകത്ത് തന്നെയാണോ അവരത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിന് എക്സസൈസ് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയുടെ ആ ഒരു പൊസിഷൻ പോലും ഇല്ലാതാകാനുള്ള അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധ പതിപ്പിച്ച് വേണം ഇലക്ഷൻ കമ്മീഷന് ആ ജോലി ചെയ്യാനായിട്ട്. ഇലക്ഷൻ എക്സ്പെൻസസിൻ്റെ പരിശോധന. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അവസാനത്തെ മോഡ്യൂളിലുള്ളത്. അപ്പോൾ ഈ കാര്യവും കൂടെ ആകുമ്പോഴേക്ക് നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ഏതാണ്ട് പൂർണ്ണമായും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജുഡീഷ്യറിയുടെ ഞാൻ പഠിപ്പിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അഥവാ ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്നെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യറിയും കൂടെ ഞാനത് ഒരു ക്ലാസ്സാക്കി ഇടാൻ ശ്രമിക്കാം. താങ്ക് യു. എല്ലാവരും നന്നായി പഠിക്കുക.